അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് ഓപ്പണിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആ പീസ് നേരെ ചീത്തവശം ഉള്ളോട്ട് മടക്കിയിട്ട് സെൻറ്ററാക്കി മടക്കുക. എന്നിട്ട് ഒന്ന് ഇസ്തിരി ഇടുക. സെൻറ്ററാക്കിയിട്ട് ഒന്ന് ഇസ്തിരി ഇടുക. നമ്മൾ ഇതൊക്കെ ഫിനിഷ് ഇട്ട് വന്നാൽ അതിനനുസരിച്ച് നമ്മൾ ഇസ്തിരി ഇട്ട് കറക്റ്റ് ഇസ്തിരി ഇടണം കേട്ടോ. പിന്നെ ചെയ്യാനുള്ളത്, ആ ഓപ്പണിൻ്റെ മറ്റൊരു ഭാഗം ഉണ്ടല്ലോ, ക്യാൻവാസ് വെക്കുന്ന ഭാഗം കേട്ടോ. അതുപോലെ ഒരു ക്യാൻവാസ് എടുത്ത് ഇപ്പോൾ നമ്മൾ 8.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, 1 ഇഞ്ച് വീതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ചീത്ത വശത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ബാക്കി വെക്കുക. കണ്ടില്ലേ, കാണില്ല കറക്റ്റ്. പിന്നെ ഇവിടെ മുകളിലും താഴെയും തുണി ഏറെ നിൽക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് പൊട്ടിക്കുക. ഇത് ഇസ്തിരിട്ട് കഴിഞ്ഞു. ഇതൊക്കെ കറക്റ്റ് വെക്കണം, അതിന് സമയം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. ഇതിലൊന്നും ഇങ്ങനെ മടക്കി എന്ത് ചെയ്യുക, സ്ഥിരം. എന്നിട്ട് ഒന്നുകൂടെ പുറത്തേക്ക് ഇങ്ങനെ മടക്കി സ്ഥിരം. ഇതണ്ട അതുപോലെ ഇങ്ങോട്ട് ഈ ഏറളഭാഗം ഇതിൻ്റെ പുറത്ത് വെളുക്കത്തെ മടക്കിയെടുക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളു പോകാനുള്ളതാണ്. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ചിലവർ കള്ളിയിൽ ചെയ്യുന്നുണ്ട്, ഈ മോഡൽ ചെയ്യുന്നുണ്ട്, ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അവിടെ ഒന്ന് എന്ത് ചെയ്യുക, ഇസ്തിരി ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, നമ്മളെ ഫ്രണ്ട് കട്ട് ചെയ്തത്, ഇവിടെ നമ്മൾ ഓപ്പൺ അളന്നിട്ടുണ്ട്, അവിടെ വരെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ വ്യക്തം ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഇങ്ങനെ വെച്ചും കട്ട് ചെയ്യുക. അതാ നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കൂടി എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഇവർക്കൊന്നിങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേമാതിരി ഇവ കൊടുക്കും, അല്ലേ. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗമാണ് നമ്മളത് കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്, നമ്മളെ ഫ്രണ്ട് ഓപ്പണിലെ ചെറിയ പീസ് ഉണ്ടല്ലോ, അത്, അതായത് ചീത്ത വശത്ത്, അതായത് എൻ്റെ വലത്തു ഭാഗത്തോട്ടെ ഈ ചീത്ത വശം ഉള്ളത്. ചീത്ത വശത്ത് എന്ത് ചെയ്യുക, ഈ പീസിൻ്റെ നല്ല വശം സ്റ്റിച്ച് ചെയ്യുക. അതാ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് ലെവലിൽ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ കേട്ടോ. ചെരിച്ച് കട്ട് ചെയ്യരുത്. അതേമാതിരി ഈ പീസിൽ എന്ത് ചെയ്യുക, ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതെന്ത് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ച് വെക്കുക. ഇത് ചീത്തവശമാണ്, ഈ അടിച്ച ചീത്തവശമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. താഴെ വരെ അടിച്ചു കൊടുക്കുക. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ പല ആളുകളും സംശയം വെച്ചിരുന്നത്, നമ്മൾ കഴുത്തകലം 2.25 എടുത്ത് മാർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് കഴുത്തകലം 2.25 എടുത്ത് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ഇതാണ് നമ്മളെ ബോഡി പാർട്ട്, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരെയുള്ളൂ നമ്മുടെ കണക്കുള്ളത്. 1/2 ഇഞ്ച് ഈ ഭാഗമാണ്, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത 1/2 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ അളവെടുത്താൽ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നെക്ക് വെക്കുമ്പോൾ, കോളർ വെക്കുമ്പോൾ എന്ത് ഏറെ വരും. അതില്ലാതിരിക്കാനാണ് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് ഈ അളവിൽ എന്ത് ചെയ്തത്, മാർക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഈ ഭാഗം പതിച്ചടിച്ചിട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കുക. ഇതാ ഇങ്ങനെ മടക്കിയിട്ട്, ഇങ്ങനെ മടക്കിയിട്ടാ ഇങ്ങനെ വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ അറ്റത്ത് അടി വരുന്ന രൂപത്തിൽ നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ സാവധാനം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കി അടിക്കുക. ഇതുപോലെ അടി വരും. ഇതിപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളെ മടക്കലിൻ്റെയും നമ്മൾ അളവൊക്കെ എടുക്കുന്നിടത്ത് പ്രശ്നം വന്നാൽ വളവും തിരിവൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം.
അതെന്നുള്ളത് അങ്ങനെ അടിക്കുക. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ ഒരു അടി കൊടുക്കുക. അടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്നും കൂടി ചീത്ത വശത്തേക്ക് തന്നെ മറിച്ച് വെക്കുക. കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യുക, ഈ ചീത്ത വശത്ത് ഇത് കണ്ടില്ലേ, ഈ ഭാഗം, അത് ക്യാൻവാസ് ഒട്ടാത്ത ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് ഒരു അരഞ്ചിൽ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക താഴെ വരെ. ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക. ഇനി നേരത്തെ ചെയ്തപോലെ തന്നെ നല്ല വശം മുകൾക്ക് വെക്കുക കേട്ടോ. അങ്ങനെ വെക്കുക. ഇപ്പോൾ നല്ല വശമാണ്. എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുക്കുക. നമ്മൾ ആത്ത അടിച്ചതിനെ ഇങ്ങോട്ട് എടുക്കുക. ഉണ്ടോ? ഇതിന് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഇത് കണ്ടില്ലേ, ഇത് ഇതിമേക്ക് മടക്കുക. നേരെ ഇതിൻ്റെ നേരെ മടക്കി വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്യാതെ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ഫ്രണ്ട് ഓപ്പൺ തന്നെ പല മോഡലും വെക്കാറുണ്ട് കേട്ടോ. ബട്ടൺസ് ഞാൻ പറഞ്ഞല്ലോ, ബട്ടണ് കാണാത്ത രൂപത്തിലൊക്കെ വെക്കുന്നുണ്ട്. അത് പിന്നെ പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ ചെയ്യാം. നമ്മൾ ഇവിടെ വരെ അടിച്ചു, അതായത് ഈ ഓപ്പൺ ഭാഗമല്ലേ ഇവിടെ, അതിൻ്റെ കുറച്ച് മുകളിൽ വരെ അടിച്ചിട്ട് ഇതെന്ത് ചെയ്യുക, നേരെ ഇങ്ങ് തിരിക്കുക. ഉണ്ടോ? അത് ഇത് രണ്ടും ഒരേപോലെ വെക്കുക. ഒരുപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക. എന്നിട്ടൊന്ന് മുകളോട്ട് ഒരു 2 സ്റ്റിച്ച് ഇട്ടിട്ട് അതുപോലെ ഇങ്ങോട്ട് കൊടുക്കുക സ്ട്രൈറ്റ്. ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെയാണ് ഇത് വരിക, ബട്ടൺസ് വരിക. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചു കൊടുക്കട്ടെ. ഈ 2 ഇതും കണ്ടില്ലേ, ഈ ഭാഗം. എന്നിട്ട് ആ ഭാഗത്ത് ഒന്ന് കുത്തി പിടിച്ച് അവിടെ നിർത്തുക സൂചി. അതുപോലെ ഇവിടെയും ആണല്ലേ. കറക്റ്റ് അടുത്തേക്ക് സൂം ചെയ്തോ നിങ്ങൾക്ക്. ഈ ഒരു ഭാഗമായിട്ട് ഇതിൽ കുറച്ചൊരു പ്രയാസമുള്ളത്. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഭാഗമാണല്ലോ, അപ്പോൾ അതിൻ്റെ മട്ടത്തിൽ അടിക്കണം നല്ല ഫിനിഷിങ്ങിൽ. അപ്പോൾ അത് അടിച്ചുമ്പോൾ ഒന്ന് സ്ലോവിൽ അടിച്ചാൽ മതി. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ എത്രത്തോളം ഈ കട്ടിങ്ങിലും അതുപോലെ ഈ അളവൊക്കെ എടുക്കുന്നിടത്ത് കറക്റ്റ് ചെയ്താൽ അത്ര ഫിനിഷിങ് കൂടെ കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫ്രണ്ട് പീസിലേക്ക് ബാക്ക് പീസ് ജോയിൻ ചെയ്യാൻ പോണ്. അപ്പോൾ അത് വെക്കേണ്ട രൂപം നല്ല വശം മുകളിൽ വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിൽ വെക്കുക. അതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശത്തേക്കും ചേർത്ത് വെക്കുക. ഇങ്ങനെ വെക്കുക. ഈ മുകളിൽ കാണുന്നത് നിങ്ങൾ ബാക്ക് പീസിൻ്റെ ചീത്ത വശമാണ്. ഇനി രണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ, ഇത് കണ്ടോ, ഇത് നമ്മളെ കഴുത്തിൻ്റെ ഈ ഭാഗമാണ്. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ 2 ഭാഗം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ചിൽ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക.
ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടിട്ടാ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി, സ്റ്റിച്ച് ചെയ്യേണ്ടി. ഇവിടം വരെ രണ്ടും ഒപ്പം വെച്ചിട്ടിട്ടാ ഉണ്ടല്ലേ ഇങ്ങനെ. അപ്പൊ ഈ ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് അടിക്കണം. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ അടിപ്പ് തുടങ്ങേണ്ടത്. അപ്പൊ എന്താ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുക, എന്നാൽ കറക്റ്റ് കിട്ടിക്കോളും. ഇവിടെ അതുപോലെ തന്നെ അതേ അളവ് തന്നെ എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ അടിക്കാം. ഇപ്പൊ നമ്മൾ രണ്ടും എന്തായി അടിച്ചു കഴിഞ്ഞു. ഇനി നല്ല വശത്തേക്ക് മടക്കുക. ഇങ്ങനെ മടക്കി വെക്കുക. കണ്ടില്ലേ? ഇനി ഇതിന്റെ ഭംഗിക്ക് വേണ്ടി ഒന്ന് പതിച്ചടിക്കട്ട. തുടക്കക്കാരൊക്കെ ഒന്ന് പതിച്ചടിക്കണം നല്ലത്. അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിരി ഇട്ടാലും മതി, അപ്പോഴും കുട്ടി അതിൻ്റെ ആ വൃത്തി കിട്ടും. അപ്പോൾ ഈ തയ്യൽ തുമ്പ് പതിച്ചടിക്കുമ്പോൾ പോകേണ്ടത് ബാക്ക് ഭാഗത്തേക്കാണ്, ബാക്ക് പീസിലേക്കാട്ടാ പോകണ്ടേ. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അടിക്കുക. ഈ ലൈൻ നേരെ അടിച്ചാൽ മതി. പിന്നെ അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആ രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്തു, പതിച്ചടിച്ചു. ഈ ശീല നൂല് നല്ലോ പല്ലു എന്നതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്രേ ഉള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് പതിച്ചടിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അസ്സലാമു അലൈക്കും.